ഹായ് ഓൾ, എല്ലാവർക്കും റെയിൻബോ വേൾഡിലേക്ക് സ്വാഗതം. മണിക്കൂറുകളോളം പഠിക്കാൻ ഇരിക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ? നമ്മളിൽ പലരും പല എക്സാമുകൾക്കായി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും അല്ലേ? SLC, +2, അതുപോലെ തന്നെ നീറ്റ് എക്സാം, പിന്നെ PSC എക്സാം. അതുപോലെ SLCക്കാർക്കും +2കാർക്കൊക്കെ ആണെങ്കിൽ ഇപ്പോൾ മോഡൽ എക്സാംസ് ഉണ്ട്, പ്രാക്ടിക്കൽ എക്സാം, പബ്ലിക് എക്സാംസ്, അങ്ങനെ ഒരുപാട് എക്സാംസൊക്കെ വരികയൊക്കെ ചെയ്യുന്നുണ്ടല്ലേ? അപ്പം എപ്പോഴും പഠിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി നന്നായിട്ട് എനർജറ്റിക് ആയിട്ട് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എന്നാൽ ദിസ് വീഡിയോ ഈസ് ജസ്റ്റ് ഫോർ യു. പഠിക്കുന്നതിനിടയിൽ ഫോക്കസ് പോകാതെ, ടയേർഡ് ആകാതെ, ആസ്വദിച്ച് ഇഷ്ടത്തോടെ പഠിക്കാനായി സഹായിക്കുന്ന ഒരു 7 ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ 2 to 3 ടിപ്സ് പറയുന്നുണ്ട്, ലാസ്റ്റ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഓക്കെ, ഒന്നാമത്തെ പോയിൻ്റാണ് ഹാവ് എ സ്ട്രോങ് വേ. എന്താണത്? ശരിക്കും നമ്മളൊക്കെ എന്തിനാണ് പഠിക്കുന്നത്? ഈ പഠനം കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ലക്ഷ്യം എന്താണ്? എന്താകാനാണ് നിങ്ങൾക്ക് ആഗ്രഹം? ഇതിനെല്ലാത്തിനും ഒരു റീസൺ ഉണ്ടാവും അല്ലേ? യു ഹാവ് എ സ്ട്രോങ് റീസൺ ബിഹൈൻഡ് ദിസ്, ആണോ അല്ലയോ? അപ്പം ആ ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നമ്മൾ പഠിച്ചേ മതിയാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നിങ്ങളെ ഇവിടെ കൊണ്ടെത്തിച്ചതും അല്ലേ? ഇതിലും നല്ല മോട്ടിവേഷൻ വേറെ എവിടെയും കിട്ടാനില്ല. ഇടയ്ക്കിടയ്ക്കൊന്ന് ആലോചിച്ച് നോക്കണം, എന്തിനാണ് പഠിക്കുന്നത്, ആരായി തീരണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ആലോചിക്കണം. അതുപോലെ തന്നെ സ്വന്തമായിട്ട് മോട്ടിവേഷൻ കൊടുക്കണം. വേറെ ആരും നിങ്ങൾക്ക് മോട്ടിവേറ്റ് ചെയ്യാനുണ്ട് ഉണ്ടാകത്തില്ല. നിങ്ങൾ തന്നെ നിങ്ങൾക്ക് മോട്ടിവേഷൻ കൊടുത്തിട്ട് വേണം നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങാൻ വേണ്ടി. അടുത്ത പോയിൻ്റാണ് ഹാവ് എ പ്ലാൻ. ഇഫ് യു ആർ ഫെയിലിംഗ് ടു പ്ലാൻ ദെൻ യു ആർ പ്ലാനിങ് ടു ഫെയിൽ, അങ്ങനെ പറയും. എപ്പോഴേലും കേട്ടിട്ടുണ്ടോ? എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ, ഒരു ദിവസം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് കൃത്യമായിട്ടുള്ളൊരു ടൈം ടേബിൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ അതനുസരിച്ച് മുന്നോട്ട് പോകത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും എല്ലാ വിഷയവും പഠിക്കാൻ പറ്റുമോ? ഇല്ല. കൃത്യമായിട്ടുള്ളൊരു ടൈം മാനേജ്മെൻറ്റ് നമുക്കതിനകത്ത് വേണം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പം തന്നെ അവിടെ ടൈം മാനേജ് ആവും. അതിലൂടെ തന്നെ നമുക്ക് നമ്മുടെ സ്ട്രെസ്സ് ഒരുപാട് കുറയ്ക്കാൻ പറ്റും. കറക്റ്റായിട്ടുള്ളൊരു ടൈമിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാ വിഷയവും കറക്റ്റായിട്ട് നമ്മൾ പഠിച്ചു പോകും. അപ്പോൾ എന്തെങ്കിലും ഒരു വിഷയം പഠിക്കുമ്പം ഇനി അയ്യോ അതെപ്പോൾ പഠിക്കും, അല്ലെങ്കിൽ അതിനുള്ള സമയം ഞാൻ എപ്പോൾ കണ്ടെത്തും, അങ്ങനെയുള്ളൊരു ചിന്താഗതി വരത്തില്ല. നമുക്ക് സ്ട്രെസ്സ് കുറയ്ക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡിഫിക്കൽട്ടി ആയിട്ടുള്ള സബ്ജക്റ്റ് വേണം നമ്മൾ ആദ്യം പഠിക്കാനിരിക്കേണ്ടത്. കാരണം വെച്ചാൽ നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ശരിക്കും നല്ല എനർജറ്റിക് ആയിട്ടായിരിക്കും പഠിക്കാനിരിക്കുന്നത്. കുറച്ചങ്ങോട്ട് പോകുന്നതനുസരിച്ച് നമ്മുടെ എനർജി ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കും. അപ്പം അതനുസരിച്ച് നമുക്ക് വിഷയങ്ങൾ ഓരോന്ന് കുറച്ച് എളുപ്പമുള്ളത് ലാസ്റ്റത്തേക്ക് പഠിക്കാൻ വെക്കുക. കുറച്ച് നല്ല ടഫുള്ള വിഷയങ്ങൾ ആദ്യം പഠിച്ച് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ അതിലൊരു പോയിൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ആദ്യം ടഫായിട്ടുള്ള വിഷയങ്ങൾ പഠിച്ച് തീർന്നാൽ നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഇനി ഇത് കഴിഞ്ഞല്ലോ, ഇനി കുറച്ചും കൂടെ അല്ലേ ഉള്ളൂ. അതിലൂടെ നമുക്ക് നമ്മുടെ സ്ട്രെസ്സിനെയും അതുപോലെ തന്നെ ആങ്സൈറ്റിയൊക്കെ കുറയ്ക്കാൻ വേണ്ടി സാധിക്കും കേട്ടോ. അടുത്ത ഒരു പോയിൻ്റാണ് ഹാവ് എ സ്റ്റഡി ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ. നമ്മൾ പഠിക്കുന്ന സ്ഥലം എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കണം. എപ്പോഴും നല്ല ടൈഡി ആയിരിക്കണം. നല്ല ലൈറ്റുള്ള സ്ഥലത്തായിരിക്കണം നമ്മൾ ഇരുന്ന് പഠിക്കേണ്ടത്. ഇപ്പോൾ റൂമിലാണെങ്കിൽ തന്നെ നല്ല വെളിച്ചമൊക്കെ ഉള്ള സ്ഥലത്തായിരിക്കണം നമ്മൾ ഇരുന്ന് പഠിക്കേണ്ടത്. നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ വേസ്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊണ്ടിടാതെ എപ്പോഴും നല്ല ക്ലീൻ ആൻഡ് ടൈഡി ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അത് നമുക്ക് കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ട് നല്ല കോൺസെൻട്രേഷനോട് കൂടി നല്ല രീതിക്ക് ഇരുന്ന് പഠിക്കാൻ വേണ്ടി സഹായിക്കും. അടുത്തൊരു പോയിൻ്റാണ് ടേക്ക് ബ്രേക്സ് ഫ്രീക്വൻ്റ്ലി. നമ്മൾ മിക്കവാറും ചെയ്യുന്നൊരു കാര്യമാണ് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ഇരുന്ന് പഠിക്കും. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചെറിയ ബ്രേക്ക് എടുക്കണം. ഇപ്പം ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു 3/4 മണിക്കൂറൊക്കെയാണ് നമുക്ക് നമ്മുടെ കോൺസെൻട്രേഷൻ നല്ല ഹൈ ലെവലിൽ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, ക്ലാസ്സുകളൊക്കെ മിക്കവാറും എല്ലാ സ്കൂളുകളും ക്ലാസ്സൊക്കെ എടുക്കുന്നത് ഒരു 3/4 മണിക്കൂർ ഒക്കെയാണ്. അതിലപ്പുറത്തേക്ക് ആരും അങ്ങനെ ക്ലാസ് എടുക്കത്തില്ല. അതൊരു ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് അടുത്ത ക്ലാസ്സുകൾ സ്റ്റാർട്ട് ആവുക അല്ലേ? അപ്പോൾ അതിൻ്റെ മെയിൻ റീസൺ ഇതാണ്. ഒരു 3/4 മണിക്കൂറൊക്കെയാണ് എല്ലാവർക്കും കോൺസെൻട്രേഷൻ നിലനിർത്തി പഠിക്കാൻ പറ്റത്തുള്ളൂ.
അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, പഠിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് നിങ്ങൾ ഒരു ബ്രേക്ക് എടുക്കണം. ബ്രേക്ക് എന്ന് പറഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം പോയി ഫോൺ ഓണാക്കി വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പരിപാടി കണ്ടുകൊണ്ടിരിക്കുക, അങ്ങനെയല്ല. ഒന്ന് ഒരു 3/4 മണിക്കൂർ പഠിക്കുകയാണെങ്കിൽ ഒന്ന് പോയി നടന്നിട്ട് വരുമോ, ഒരു 2-3 മിനിറ്റ് നടന്നിട്ട് തിരിച്ച് വന്ന് അതേ സ്ഥലത്തിരുന്ന് പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അല്ലെങ്കിൽ ഒന്ന് വെള്ളം കുടിച്ചിട്ട് വരുമോ, അല്ലെങ്കിൽ ഒരു ഡീപ്പ് ബ്രീത്ത് എക്സസൈസ് ചെയ്യുമോ, അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. അല്ലാണ്ട് ഈ സമയത്തിനിടയ്ക്ക് വേഗം പോയി ഫോൺ ഓണാക്കി കുറച്ച് റീൽസ് കണ്ട് ആ സമയവും വേസ്റ്റാക്കി അങ്ങനെയല്ല കേട്ടോ. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സമയം വളരെ വാല്യൂ ഉള്ളതാണെന്ന് മനസ്സിലാക്കി പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കംപ്ലീറ്റ് ആക്കണം എന്നുള്ളൊരു ചിന്താഗതിയോട് കൂടി വേണം ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്ത പോയിൻ്റാണ് ക്രിയേറ്റ് വിഷ്വൽ റിമൈൻഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ചില സമയത്ത് നമ്മളിങ്ങനെ മോട്ടിവേഷണൽ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് നമ്മുടെ മോട്ടിവേഷൻ വളരെ പീക്ക് ലെവലിലായിരിക്കും. പഠിക്കണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മൾ വിചാരിക്കും. ഇനിയിപ്പോൾ അങ്ങനെ വീഡിയോ കാണുന്നില്ല, നമ്മളെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിലോ, നമ്മുടെ എനർജി എല്ലാം ഇങ്ങനെ ഡ്രെയിൻ ആയിക്കൊണ്ടേയിരിക്കും. നമുക്ക് പഠിക്കാനുള്ളൊരു തോന്നത്തില്ല. നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് പോലും നമ്മൾ ചില സമയത്ത് മറന്നു പോകും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും മോട്ടിവേഷൻ നിലനിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഒരു ക്വാട്ടോ നമുക്ക് എഴുതിയിടാം. ചിലപ്പോൾ നിങ്ങളുടെ ഫോണിൽ തന്നെ എഴുതിയിടാം, അല്ലെങ്കിൽ നിങ്ങൾ കിടക്കുന്ന സ്ഥലത്ത്, നിങ്ങളുടെ റൂമിൽ, അങ്ങനെയൊക്കെ മോട്ടിവേഷണലായിട്ടുള്ള ചെറിയ ചെറിയ കാർഡ്സൊക്കെ എഴുതിയൊക്കെ ഇടാം കേട്ടോ. പിന്നെ നെക്സ്റ്റ് പോയിൻ്റാണ് മിക്സ് സബ്ജക്റ്റ് വൈൽ സ്റ്റഡിങ്. ചില ആൾക്കാരുണ്ട് പഠിക്കുന്ന സബ്ജക്റ്റിനെ കണ്ടിന്യൂസ് ഒരു സബ്ജക്റ്റ് തന്നെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണോ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് ആ സബ്ജക്റ്റ് നിങ്ങൾ ആദ്യം പഠിക്കുക. അത് കഴിഞ്ഞ് കുറച്ച് സമയം ഒരു ബ്രേക്ക് കൊടുത്തതിന് ശേഷം അതേ കണ്ടിന്യൂസ് ആ സബ്ജക്റ്റ് തന്നെ പഠിക്കരുത്. നിങ്ങൾ അടുത്തൊരു സബ്ജക്റ്റ് എടുത്ത് പഠിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ ആദ്യം മാത്സ് ആണ് പഠിക്കുന്നതെങ്കിൽ ഒരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ നിങ്ങൾ ഒരു സബ്ജക്റ്റ് മാത്സ് പഠിച്ച് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് പഠിക്കുക. ഒന്നെങ്കിൽ ഇംഗ്ലീഷോ അല്ലെങ്കിൽ മലയാളമോ, അങ്ങനെ എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് പഠിക്കുക. അതിന് ശേഷമാണ് നിങ്ങൾ വീണ്ടും അടുത്തതിലേക്ക് പോകാവുള്ളൂ. അപ്പം നമ്മുടെ മൈൻഡ് കുറച്ച് ഫ്രീ ആകും. കണ്ടിന്യൂസ് ആയിട്ട് ടഫായിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ പഠിക്കുന്നില്ല. അപ്പോൾ കുറച്ചുകൂടെ നമുക്കൊരു റിലാക്സേഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നമ്മൾ മിക്സ് ചെയ്തിട്ടായിരിക്കും സബ്ജക്റ്റ് പഠിക്കേണ്ടത്. അടുത്തൊരു പോയിൻ്റാണ് ടേക്ക് കെയർ യുവർ ഹെൽത്ത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇന്നത്തെ കാലത്ത് പിള്ളേരൊന്നും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട, ഉച്ചക്കത്തെ ലഞ്ച് വളരെ കുറച്ച് മതി, വെള്ളം കുടിക്കേണ്ട, ഇങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യുന്നില്ല. പക്ഷേ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്നത്തെ പിള്ളേരത് മനസ്സിലാക്കുന്നില്ല. കാരണം വെച്ചാൽ വെള്ളം നല്ലപോലെ കുടിച്ചാൽ മാത്രമാണ് നമുക്ക് ഒരു ഹോർമോൺ റിലീസ് ചെയ്ത് അത് നമ്മളെ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി സഹായിക്കുകയുള്ളൂ. ഓക്കെ, അതുകൂടാതെ നമ്മളിങ്ങനെ എനർജറ്റിക് ആയിട്ടിരുന്നാൽ മാത്രമാണ് നമുക്ക് കുറച്ചുകൂടെ നല്ല ഹാപ്പി ആയിട്ടിരിക്കാനും നല്ല ഫോക്കസ്ഡ് ആയിട്ടിരിക്കാനും കുറച്ചുകൂടെ നല്ല കോൺസെൻട്രേഷനോട് കൂടി ഇരുന്ന് പഠിക്കാനൊക്കെ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം എപ്പോഴും ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് നിങ്ങൾ നല്ല ഹെവി ആയിട്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അത് നിങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങളുടെ എനർജിയെ, നിങ്ങളുടെ കോൺസെൻട്രേഷനെ, നിങ്ങളുടെ അങ്ങനെ എല്ലാ കാര്യങ്ങളെയും കുറച്ച് പവർഫുള്ളാക്കി വെക്കാൻ വേണ്ടി കഴിവുള്ളൊരു പരിപാടിയാണ് ഈ നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം ചില പിള്ളേരുണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് ക്ലാസ്സിൽ പോകുന്നവരുണ്ട്. ഒരിക്കലും നിങ്ങളങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ഭക്ഷണം നല്ല രീതിക്ക് കഴിക്കണം. അതുപോലെ തന്നെ എല്ലാവരും നല്ലപോലെ വെള്ളം കുടിക്കണം. ഈ 2 കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യമാണ് ഉറക്കം. ചില ആൾക്കാരുണ്ട് രാത്രിയിലൊന്നും മര്യാദയ്ക്ക് ഉറങ്ങാതെ രാത്രി സമയങ്ങളിലും ഒക്കെ കണ്ടിന്യൂസ് ഇരുന്ന് പഠിക്കുന്നവർ. അത് കൂടുതലും കാണുന്നത് എക്സാമിൻ്റെ സമയത്താണേ. ക്ലാസ്സുകളൊക്കെ ഉള്ള സമയത്ത് എല്ലാവരും ലാലാപടിയൊക്കെ നടക്കും. പഠിക്കേണ്ട സമയത്ത് കറക്റ്റായിട്ട് പഠിക്കത്തില്ല. എന്നിട്ടോ എക്സാമിൻ്റെ സമയം വരുമ്പോഴത്തേക്കും ടെൻഷനാണ്. അയ്യോ ഇതെങ്ങനെ തീർക്കും എന്നുള്ള ടെൻഷനാണ്. എന്നിട്ട് ഉറക്കവും ഇല്ല, ഭക്ഷണമില്ല, വെള്ളമില്ല, ഒരു പരിപാടി ഇല്ലാതെ കണ്ടിന്യൂസ് ഇരുന്ന് പഠിക്കും. എന്നിട്ടോ പോയി എക്സാം എഴുതും. മാർക്കൊട്ട് കിട്ടുമോ അതുമില്ല. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഉറക്കം. ഒരു 6 to 7 hours നമ്മൾ പഠിക്കുന്ന പിള്ളേർ നല്ല പോലെ ഉറങ്ങണം. ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് എല്ലാവരും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. പിന്നെ അടുത്തൊരു പോയിൻ്റാണ് എക്സസൈസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്തിനാണ് എക്സസൈസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ വലിയ ഉപകാരം എല്ലാ ദിവസവും അല്ലെങ്കിൽ നടക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നടന്നിട്ടാണ്, തിരിച്ച് വരുമ്പോൾ നടന്നിട്ടാണ്, അങ്ങനെയൊക്കെ വിചാരിക്കും. അതല്ല, എക്സസൈസ് ചെയ്യണം. എക്സസൈസ് ചെയ്യുന്നത് നമ്മുടെ ബോഡിക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ, നമ്മുടെ മൈൻഡ് റിലാക്സേഷനും കൂടി ആയിട്ടാണ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത്. അപ്പം
എല്ലാവരും ആ ഒരു പോയിൻറ്റും കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചു വയ്ക്കുക. അതുപോലെ അടുത്ത പോയിൻ്റാണ് മെഡിറ്റേഷൻ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സമയത്ത് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാം. കൂടുതലായിട്ടും രാവിലെയാണ് ചെയ്യേണ്ടത്. അതുപോലെ രാത്രി കിടക്കുന്നതിന് മുന്നേയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കൺവിൻസ്ഡ് ആയിട്ടുള്ള സമയം എപ്പോഴാണോ ആ സമയത്ത് നിങ്ങൾ മെഡിറ്റേഷനും ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾക്ക് ഞാൻ 2-3 ടിപ്സ് പറഞ്ഞു തരാമെന്നല്ലേ. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടിപ്പാണ്. നിങ്ങൾ ഫോൺ ഉപയോഗിക്കുന്നത് അത് നിങ്ങൾ നല്ല രീതിക്ക് കുറച്ച് കൊണ്ടുവരണം. അത് നിങ്ങളുടെ പഠനത്തെ ബാധിക്കുന്ന രീതിയിൽ നിങ്ങൾ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. ഫോൺ ഉപയോഗിക്കുന്നവരാണെങ്കിൽ പോലും ഒരു 5-10 മിനിറ്റ് ഉപയോഗിച്ചതിന് ശേഷം അപ്പം തന്നെ ഓഫാക്കി വെക്കണം. പിന്നെ നിങ്ങൾക്ക് ടീച്ചേഴ്സ് ഈ ഓൺലൈനൊക്കെ ക്ലാസ് ഉണ്ടായിരുന്ന സമയത്ത് ചിലപ്പോൾ ടീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് നോട്ട്സുകൾ ഫോണിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടാവും അല്ലേ. അതുപോലെ PDF തന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ പരമാവധി ഫോണിൽ നോക്കാതെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ഓൺലൈൻ്റെ കാലമൊക്കെ കഴിഞ്ഞു, അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നല്ലപോലെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ച് തന്നെ പഠിക്കണം. അതല്ലാതെ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ വായിച്ച് പഠിക്കണം. ഫോൺ ഉപയോഗിച്ച് നിങ്ങൾ ഒരിക്കലും ഇനി ഇങ്ങനെ പഠിക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പാടില്ല കേട്ടോ. അത് നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി വളരെ ഹെൽപ്പ് ചെയ്യും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. താങ്ക് യു ഓൾ. ടേക്ക് കെയർ.